എൻ്റെ പൊന്നോ എന്തൊരു ചൂടാണ് ഈ ചൂടത്തത്. ഇതുപോലൊക്കെ ഒന്ന് ജ്യൂസൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ തണുപ്പോടെ കൂടി കുടിക്കുമ്പം എൻ്റെ പൊന്നോ ഭയങ്കര റിലാക്സിങ് ആട്ടോ. കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അത്യാവശ്യം ചെറിയ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് മുന്തിരി ഇട്ടിട്ട്, മുന്തിരിയുടെ ഒപ്പം വെള്ളം നിന്നാൽ മതി. അതിനുശേഷം നന്നായിട്ട് വേവിക്കുക. ഒരുപാടിട്ടങ്ങ് വേവിക്കേണ്ട, കുരുവും പിന്നെ അതിൻ്റെ ആ തൊലിയൊന്ന് സെപ്പറേറ്റ് ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തതേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വരുമ്പോഴത്തേ ഇതുപോലെ കളർ ഇറങ്ങും, പിന്നെ ആ ഒരു കുരുവും തൊലിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആവും. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കും. ഒരുപാടങ്ങ് അരയ്ക്കേണ്ട. പിന്നെ ഇച്ചിരി ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല, ഏലക്കപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവർക്കും കുടിക്കാം, വീട്ടിലിരിക്കുന്നവർക്കും കുടിക്കാം. അടിപൊളിയാണ് കേട്ടോ. ഞാൻ പിന്നെ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. പഞ്ചസാര ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് യൂസ് ചെയ്യാം. അപ്പം നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റും, വേവിക്കേണ്ട ആവശ്യമില്ല. തണ്ണിമത്തനും ഒക്കെ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.